ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. ഡയറി മറന്നു എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി അത് മറന്നതല്ല, ഒരു കെണിയാണെന്ന്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞതിന് വിഭിന്നമായി അവരുടെ ഉള്ളിൽ എന്തെങ്കിലും കള്ളമോ കളങ്കമോ ഉണ്ടെങ്കിൽ അവരാരെയാണോ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ ഇറങ്ങി ആ നിമിഷം ആ ആളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ദാറ്റ് ഇസ് ഹ്യൂമൻ സൈക്കോളജി. അതിവിടെ ഉണ്ടായി. ഡോക്ടറെ കൈയോടെ പൊക്കിയാൽ മറ്റേ തലയ്ക്കൽ സംസാരിച്ചവന് നോട്ട് നൗ. അയാളെ കാണണം, ഡോക്ടറെ കാണണം, മറ്റു വല്ലവരോടെ അവരെയും കാണണം. പക്ഷേ എല്ലാ പഴുതുകളും അടച്ചിട്ട് മതി. ബോധപൂർവമല്ല എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ബോധപൂർവം തന്നെയാണ് തെറ്റിദ്ധരുത്തിയെന്ന് നമുക്ക് സംശയിക്കാം. അപ്പൊ മാണിക്കുഞ്ഞ് കൊല്ലപ്പെട്ടത് 10:30 തന്നെ, 11:15 11:30 ഇടയ്ക്കല്ല. അലക്സ് പറഞ്ഞത് സത്യമാകൂ സർ? മേ ഓർ മേ നോട്ട്. അപ്പൊ മാണിക്കുഞ്ഞ് തന്റെ ചോരപ്പാടിൽ എഴുതിയ ഈശോ ആര്? വേറെ ഈശോ ഉണ്ടോ? ആ ഈശോയും മാണിക്കുഞ്ഞും തമ്മിൽ എന്ത് ബന്ധം? തീർച്ചയായും പോലീസ് എന്ന് പറഞ്ഞതുപോലെ മാണിക്കുഞ്ഞ് ദൈവത്തെ ഓർത്ത് എഴുതിയൊന്നുമല്ല. ആണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. പക്ഷേ തൽക്കാലം ഈശോ ഒരു ഊരാക്കുടുക്ക് തന്നെയാണ്. സർ, കേട്ടിടത്തോളം ഈ മാണിക്കുഞ്ഞ് വലിയൊരു ഫൈനാൻസറാണ്. വളരെ വലിയ തുകകൾ വലിയ പലിശയ്ക്ക് കൊടുക്കുന്നയാൾ. അങ്ങനത്തെ കൊടുക്കൽ വാങ്ങലുകളിൽ ശത്രുക്കൾ ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. അങ്ങനെ ആരെങ്കിലും? എക്സാക്ട്ലി. ആ സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാവില്ല. പക്ഷെ അത് നമ്മൾ എങ്ങനെ അറിയും? ആരോട് ചോദിക്കും? മാണിക്കുഞ്ഞിനോട് അടുപ്പമുള്ള അയാളുടെ സ്റ്റാഫ്, സംബഡി ലൈക്ക് ദാറ്റ്. ചാക്കോ, ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. സർ. എടോ എത്തിയടോ വർക്കി, അവരെത്തി. ആര്? സ്വാമിയും കൂട്ടരും CBI ഇവിടെ എത്തി. ഞാനും കേട്ടു. സത്യദാസന് ഔസേപ്പച്ചനെയാ പേടി. ദേ എന്നാ വന്നാലും വാ തുറക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. അവനത് അവിടെ ഇരുന്ന് പറയാം. എനിക്കാണെങ്കിൽ ആ സ്വാമിയുടെ ഫോട്ടോ കണ്ടാ മതി, അപ്പം വയറിളകാൻ തുടങ്ങും. ഔസേപ്പച്ചൻ പേടിക്കണ്ട. വളരെ ബുദ്ധിമുട്ടി വീണ്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിയിട്ടുണ്ട് സത്യദാസ്. എന്തിനാ? ഓ, ഔസേപ്പച്ചൻ അത് ഇഷ്ടമാവില്ലെന്നറിയാം. പക്ഷേ ഈ സമയത്ത് അവൻ ഇവിടെ ഉള്ളത് നമുക്കൊരു ബലവാ. അന്ന് ഞാൻ അവനെ എത്ര പണിപ്പെട്ടിട്ടാ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചതെന്ന് തനിക്കറിയാവോ? സഹിക്കാഞ്ഞിട്ട്. എടോ ദേ, എവന്റെ തന്ത ഉറക്കത്തിലെങ്കിലും പാവായിരുന്നു, മോനോ ഉറക്കത്തിലും പഴയാ. ദേ നോക്കിയേ, 2 കിങ്കരന്മാരുടെ ഇടയിലെ പാവപ്പെട്ട ഒരു ഔസേപ്പച്ചൻ. എവനെ സഹിക്കുന്നതിനും ഭേദം എന്റെ മരുമകൻ ജോണിക്കുട്ടിയുടെ കൂടെ ജയിലിൽ പോയി കിടക്കുന്നതാണ് നല്ലത്. അവനെ അറിയാഞ്ഞിട്ടല്ല, ചില സമയത്ത് വിഷവും മരുന്നാവും. ഓ, നമ്മൾ ഭയപ്പെടുന്ന വിഷയം കൂടാതെ ഞാൻ ഭയപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഔസേപ്പച്ചന്റെ സുഹൃത്ത് നാരായണന്റെ മരണം കൊലപാതകമാണ്, അത് CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് ജനകീയ സമിതിക്കാര് പോസ്റ്ററും നോട്ടീസും ഒട്ടിച്ചത് മറന്നോ? CBI എത്തിയതിന്റെ ഉദ്ദേശം അതാണെങ്കിൽ? ജനകീയ സമിതിക്കാർ തെണ്ടികള്. താനും സംശയിക്കുകയാണോ എന്നെ? എന്റെ ഭാര്യയെ പോലും ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടില്ല. നാരായണനും ഞാനും തമ്മിലുള്ള ബന്ധം അറിയാവോ തനിക്ക്? പോയില്ലേ ഔസേപ്പച്ച? അതൊരു അപകട മരണമായിരുന്നെന്ന് നമ്മൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചട്ടവും നടപടി അറിയാവുന്ന ഒരാളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ സത്യദാസിനെ സഹിച്ചേ പറ്റൂ. കർത്താവേ, ആ സ്വാമി ആയിരിക്കരുതേ. ഹലോ, നോക്കട്ടെ. എടാ സണ്ണിക്കുട്ടി, സണ്ണിക്കുട്ടിയേ, ചേട്ടത്തി, സണ്ണിക്കുട്ടി എന്തി? പന്നിക്കുട്ടിയോ? ഉണ്ടായിരുന്ന ഒന്നിനെ അല്ലേ കഴിഞ്ഞ പെരുന്നാളിന് കറി വെച്ചത്. ഓ, ഈ ഔസേപ്പച്ചൻ ഒന്നും ഓർമ്മയില്ല. സണ്ണിക്കുട്ടി ചത്തു. ആ ലിസ്റ്റ് ഒന്ന് വായിച്ചേ. പൗരമുന്നണി നേതാവ് ടൈലർ മണി, മാണിക്കുഞ്ഞിന്റെ സ്ഥാപനത്തിൽ ഒരുപാട് വർഷം ജോലി ചെയ്യുന്ന മിസ്റ്റർ അടിയോടി, സ്കൂൾ ടീച്ചർ റോസമ്മ. തൽക്കാലം ആദ്യത്തെ 2 പേരെ വിളിപ്പിക്കാം. ടൈലർ മണി, അടിയോടി. ശരി സർ. ഗണേഷ്. ഹലോ, എന്താ ഇത്ര മറവി? സോറി. ആ ഫയലിംഗ് തരാം മാഷേ. എനിക്ക് ധൃതിയുണ്ട്. ഞാനും ധൃതിയിലാണല്ലോ നോക്കുന്നേ. എവിടം വരെ എത്തി ഇൻവെസ്റ്റിഗേഷൻ? ഇന്ന് അസ്തമയത്തിന് മുമ്പ് കള്ളനെ പിടിക്കും, ഇല്ലെങ്കിൽ സൂര്യോദയത്തിന് മുമ്പ് തീർച്ചയായിട്ടും. എന്താ കളിയാക്ക? ചോദ്യം പോലെ ഇരിക്കും. അതിങ്ങതാ ലേശം കഴിയും. അതങ്ങോട്ട് കൊടുക്കൂ. കൊടുക്കാന്നേ, വെറുതെ അത് പിടിച്ചോണ്ടിരിക്കും. താങ്ക്സ്. എന്താ ആ കുട്ടി CBIയോട് പെട്ടെന്നൊരു സിമ്പതി? സിമ്പതിയോ? എന്ത് സിമ്പതി? ദേ, ഈ സിമ്പതി സൂക്ഷിക്കണം.
ഇതാ പിന്നീട് വളർന്ന് 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 പന്തലി. ഔ, ഇതിന്റെ ഒരു നാവ് ഒന്നകത്ത് പോയേ. മിസ്റ്റർ അടിയോടി, ഈ മാണിക്കുഞ്ഞിന് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് അടിയോടിക്ക് അറിയാവോ? ഒരുപാട് കൊടുക്കലും വാങ്ങലൊക്കെ ഉള്ള ആളായിരുന്നില്ലേ? അല്പമൊക്കെ ശത്രുക്കൾ ഉണ്ടാവില്ലേ സാർ? അവരിൽ പ്രബലരായിട്ട് ആരെങ്കിലും? ഞാനിതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞതായിട്ട് ആരും അറിയരുത് സാർ. വല്ലാത്ത ഭയമുണ്ട്. ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ശത്രുക്കൾ പുറത്തുള്ളവരല്ല, കൂടെയുള്ളവർ തന്നെയാണെന്നേ ഞാൻ പറയൂ. കൂടെയുള്ളവരെന്ന് പറയുമ്പോൾ? മാണിക്കുഞ്ഞിന്റെ പാർട്ട്നേഴ്സ് കോളാടി വർക്കി, മാളിയേക്കൽ ഔസേപ്പച്ചൻ, മരിച്ചുപോയ നാരായണൻ. ഈ നാരായണന്റെ മരണമാണോ CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പോസ്റ്ററിൽ കണ്ടത്? അതെ സാർ, പക്ഷേ നാരായണൻ്റേത് അപകടമരണമായിരുന്നു, അല്ലാതെ ആരും കൊന്നൊന്നുമല്ല. എന്തപകടം? ഔസേപ്പച്ചനൊത്ത് വൈകിട്ട് നടക്കാൻ പോകുന്നതിനിടയിൽ നാരായണൻ കാല് തെറ്റി കനാലിൽ വീണു. അങ്ങനെയാ മരിക്കണത്. നാട്ടുകാരതിനെ വലുതാക്കി. ഈ ഔസേപ്പച്ചനും പണ്ടൊരു കൊലക്കേസ് കുടുങ്ങിയതായി കേട്ടിട്ടുണ്ട്. അയാളുടെ മരുമകനോ മകനോ ആ കേസിൽ ഇപ്പോഴും ജയിലിലാണെന്ന് തോന്നുന്നു. ഈ ഔസേപ്പച്ചനും നാരായണനും കുമാരപുരംകാരാണോ? അതേന്ന് തോന്നുന്നു. ഏതായാലും ഇവിടെ ഉള്ളവരല്ല, ഇടയ്ക്ക് വന്ന് താമസാക്കിയവരാ. ഔസേപ്പച്ചന്റെ ഭാര്യയും മാണിക്കുഞ്ഞു സാറും ബന്ധുക്കളാ. അങ്ങനെ അവർ ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് ആയത്. അല്ല ചാക്കോ, ഇതൊന്നും അന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? അന്ന് അലക്സിനെ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നല്ലോ അന്വേഷണം. കൂടാതെ ഇപ്പോഴത്തെ പോലൊരു ഡീവിയേഷൻ അന്ന് ഈ കേസിനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാവണം പാർട്ട്നേഴ്സിനെ കുറിച്ചൊന്നും അന്വേഷണം ഉണ്ടാവാത്തത്. പാർട്ട്നേഴ്സ് തന്നെയാണ് ശത്രുക്കളെന്ന് മിസ്റ്റർ അടിയോടി പറഞ്ഞല്ലോ. എന്താ അങ്ങനെ തോന്നാൻ കാരണം? സാർ, മാണിക്കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് ഭൂരിഭാഗം സ്വത്തുക്കളും മറ്റു പാർട്ട്നേഴ്സിന് വിറ്റു. പക്ഷെ ഞാനത് അറിയുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം. 23 വർഷം അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തവനാണ് ഞാൻ അറിയാത്ത ഒരു രഹസ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളപ്പോ ഇങ്ങനെ സ്വത്തുക്കൾ വിൽക്കാൻ പോണ കാര്യം എന്നോട് ആലോചിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. വിറ്റ ശേഷമെങ്കിലും പറയണ്ടേ സാർ? അതും പറഞ്ഞിട്ടില്ല. സത്യം, എനിക്ക് ആ കച്ചവടത്തിൽ സംശയമുണ്ട്. ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടന്ന് ഞങ്ങളോടോ ആദ്യം അന്വേഷിച്ച പോലീസിനോടോ പറഞ്ഞില്ല? ഭയന്നിട്ടാണ് സാർ പറയാത്തത്. സത്യം, ഇപ്പോഴും ധൈര്യം ഉണ്ടായിട്ടല്ല ഇതൊക്കെ പറയുന്നത്. മാണിക്കുഞ്ഞ് മരിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പോലീസിന്റെ ഇടി കൊണ്ടിട്ടുണ്ടോ താൻ? ഇല്ല. കൊള്ളണോ? വേണ്ട. താൻ നാട്ടുകാരോട് പറഞ്ഞോ മാണിക്കുഞ്ഞിന്റെ സ്വത്ത് മുഴുവൻ ഞാനും പാർട്ട്നേഴ്സും കൂടി തട്ടിയെടുത്തെന്ന്? പറയണോ? സാറിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. പാർട്ട്നേഴ്സിന് സംശയം ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ മനസ്സിലായി അവർ തട്ടിയെടുത്തെന്ന്? ചത്തു തൊലയുന്നതിന് മുമ്പ് മാണിക്കുഞ്ഞ് പറഞ്ഞു? ഇല്ല. അതോ മറ്റു വല്ലവരും പറഞ്ഞു? സംശയം ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. വെറും സംശയത്തിന്റെ പേരിൽ മാന്യന്മാരെ അപമാനിച്ചാലുണ്ടല്ലോ, ഒന്ന് കുഴിച്ചുമൂടും തന്നെ ഈ നടുമുറ്റത്ത്. ഇല്ല, പറയില്ല. ആഹാ, ഇത്രയും മിടുക്കിയ ഒരു മോളുണ്ടോ തനിക്ക്? സത്യം, ഇനി ആരെടുത്ത് വാ തുറക്കില്ല. ഇത് ഇപ്പൊ പറഞ്ഞത് ഒരിക്കലും മറക്കാതിരിക്കാൻ. നേരം വെളുത്തപ്പോ
കവളത്ത് മുഴുവൻ നീരായിരുന്നു. ആരാ ഓഫീസർ? സത്യദാസ്. വർഷം എത്ര ആയതുകൊണ്ടാ ഇപ്പൊ പറയാൻ ചെറിയ ധൈര്യം കിട്ടിയത്. എന്നാലും സാറിനെ കാട്ടിക്കൊടുക്കരുത്. സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു ചിന്ത വേണ്ട. പിന്നെ ഇപ്പൊ മാണിക്കുഞ്ഞിന്റെ വീട്ടിൽ ആരാ താമസം? പാർട്ട്നേഴ്സ് ആരെങ്കിലും ആണോ? അല്ല, അതെന്തോ ഭാഗ്യം കൊണ്ട് ആ വീട് മാണിക്കുഞ്ഞ് വാങ്ങിയത് മകന്റെ പേരില. അതുകൊണ്ട് പാർട്ട്നേഴ്സ് കിട്ടിയില്ല. മകൻ ആക്സിഡന്റിൽ മരിച്ചപ്പോ മരുമകൾ മോസിയുടെ പേരിലായി. അവളും പോയി. ഇപ്പൊ ആ വീട്ടിൽ താമസം മോസിയുടെ അപ്പനും അമ്മയാ, മോളിയും സൈമണും. മോളിയും സൈമനും. സർ, അടിയുടെ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ തൽക്കാലം പോയിക്കോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിപ്പിക്കാം. ധൈര്യമായിട്ട് പോയിക്കോളൂ. ഞങ്ങളില്ലേ? ചെല്ലേ, ഉണ്ടാക്കാം. വരൂ. ഓ, நீங்க இங்க பேசிட்டு இருக்கிற 2-3 பேர் வந்தா சிபிஐ இங்கே தானே தாமசம்னு கேட்டா இல்லைன்னு தானே சொல்லணும். കുട്ടിസ്വാമി എന്താ പറഞ്ഞത്? இல்லைன்னு പറഞ്ഞു. ஆனா இனி யாரு கேட்டாலும் இங்க தங்கி இருக்கிறவங்க சிபிக்காரங்கன்னு தைரியமா சொல்லுங்க. அப்படியா? அப்ப சஸ்பென்ஸ் தீர்ந்ததா? சஸ்பென்ஸ் இன்னும் தீரல.